അപ്പൊ ഇന്ന് അനന്തൻ കാട് എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പൊ സിനിമയുടെ സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു ഓൾറെഡി കണ്ടിട്ടുള്ള കുറെ സിനിമകളുടെ ഒരു ടെംപ്ലേറ്റ്, ഒരു സ്റ്റൈൽ പിടിച്ചുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ഒരു സിനിമയുടെ ഇത് പറഞ്ഞാൽ കഥയെ പറ്റിയല്ല പറയുന്നത്, അതിന്റെ കളർ ടോണ് കാര്യങ്ങൾ, ആ ഒരു സംഭവങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ കണക്ട് ആയി നല്ല ഇമോഷണലി വർക്കാവുന്ന ഒരു വിഭാഗം ഓഡിയൻസും, എന്നാൽ അതേസമയം അതിന്റെ വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു ഓഡിയൻസും. ഞാൻ ആ വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു ഓഡിയൻസിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് എനിക്കിതൊരു ഒരു മികച്ച ഒരു സിനിമയായിട്ടോ ഒരു ദൃശ്യാനുഭവമായിട്ടോ എനിക്ക് തോന്നിയില്ല. ഈ സിനിമ പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മുരളി ഗോപി എന്ന റൈറ്ററുടെ കാര്യം വരുമ്പോഴത്തേക്കും അത് പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ രാഷ്ട്രീയം വരും, സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഒരിടത്ത് നമ്മുടെ ശ്രീലങ്കൻ റെഫ്യൂജി ക്രൈസിസിനെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 80കളുടെ തുടക്കത്തിലും പിന്നെ 90കളുടെ തുടക്കത്തിലും നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ കുറെ കൂടെ ഒരു സിനിമാറ്റിക് ഒരു സ്വാതന്ത്ര്യം എടുത്ത് ലിബർട്ടി എടുത്തിട്ട് അവർ പല രീതിയിലും ഉള്ള അഡീഷൻസും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് തമിഴ്നാട്ടിലെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം തമിഴ് ഒരു മലയാളം മിക്സ്ഡ്, മലയാളം എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ചില ഭാഗങ്ങൾ അത് പല സിനിമകളും ഇതിനു മുമ്പ് മീൻസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയെല്ലാം പോകുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് ഒരു എന്താ പറയുക ഒരു ദേശീയ ആ ഒരു സംഭവം, ഭാഷാപരമായിട്ടുള്ളൊരു സംഭവം തമിഴണ്ട എന്നുള്ള കുറച്ച് ഒരു കാര്യങ്ങളും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിലനിന്നിരുന്ന കുറേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു രാഷ്ട്രീയക്കാർ ഒരുപക്ഷെ അവരുടെ പിണിയാളുകളായിട്ട് ഒരു പറ്റം ആളുകൾ തീറ്റിപ്പോറ്റിയിരുന്നത് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം എന്നുള്ളതായിരിക്കും ആ ഒരു ശരിക്കുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് ഈ പല ലെയറിൽ കൂടെ പറഞ്ഞു പോകുന്നതാണ്. ഇനി ശ്രീലങ്കൻ റെഫ്യൂജി ക്രൈസിസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായിട്ട് സംബന്ധമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സിനിമ നടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ വധം കൺവീനിയന്റ്ലി അവരതെല്ലാം ഒരു ചെറിയൊരു ഡയലോഗിൽ അവർ ഒതുക്കിയിട്ടുണ്ട്. അതായത് എല്ലാ മനുഷ്യരും 100% ഒരു പക്ഷപാതം സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു ലീനിങ് കാര്യങ്ങളുണ്ടാകും. അത് പൊളിറ്റിക്കലി ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും ആയിക്കോട്ടെ, അത് കാണിക്കുന്നതിനോ പറയുന്നതിനോ കാര്യമില്ല. പക്ഷെ അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പം സായുധ വിപ്ലവം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദേശീയ ദിഗ്രോധനത്തിന് എതിരെ നിൽക്കുന്ന പോയിന്റുകളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത് അതൊരു നല്ലൊരു ചിന്താഗതിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് വേലിപ്പിള്ള പ്രഭാകരനെയും വീരപ്പനെയും പോലും ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആരാധിക്കുന്നവർക്ക് അവരുടേതായ പോയിന്റുകളുണ്ട്. എന്നാൽ അതിനെതിരെ നിൽക്കുന്ന മറ്റു പോയിന്റുകൾ ഒരിക്കലും അവർ പറയുന്നുമില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തമിഴണ്ട ഈ സിനിമയ്ക്കകത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, തമിഴണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവർ കുറെ കാര്യങ്ങൾ പറയാൻ, അതായത് ഞങ്ങളുടെ പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തമിഴൻ നോക്കി എന്നല്ല, നമ്മൾ ലോകത്തുള്ള എല്ലാവരും ആ ഒരു വിഭാഗത്തിൽ ചൂഷണത്തിന്റെ ഇടയിൽ വരുമ്പോഴേക്കും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കറണ്ട് ഇന്ത്യയിലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിപ്പോൾ മുല്ലപ്പെരിയാർ ആയിരുന്നാലും കാവേരി ഇഷ്യൂ ആയിരുന്നാലും എല്ലാത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും വ്യത്യസ്ത ചേരികൾ തന്നെയാണ് നിൽക്കുന്നത്. സായുധ വിപ്ലവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അവസാനമായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തൻ കാട് എന്താണ് അനന്തൻ കാട് എന്നുള്ള ഒരു വിശദീകരണം ഈ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം കൊടുക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചും അതിന് കുറച്ച് ഒരു കഥ പോലെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് പക്ഷേ ഓരോ പ്രേക്ഷകർക്കും ഒരു വ്യത്യസ്ത രീതിയിൽ എനിക്ക് അത് വായിച്ചെടുക്കുക. എന്നെ സംബന്ധിച്ചിട്ട് അത് തിരുവനന്തപുരത്ത് നിലനിന്നിരുന്ന ഒരു പണ്ട് മുതൽക്ക് നിലനിന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിതീവ്രമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് പോകാം. ഇത് ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് മാത്രം തോന്നിയ ചില കാര്യങ്ങളാണ്. അതായത് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ആണ് ഞാൻ എടുത്തു പറയുന്നത്. അതെപ്പോഴും ഒരിക്കലും നമ്മുടെ എന്താ പറയാ ഒരു ജില്ല തിരിച്ചൊക്കെ മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന നമ്മൾ ഇന്ന് സംസാരിക്കുന്ന നമ്മുടെ കറണ്ട് ഒരു ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രി ആവേണ്ട, തിരുവനന്തപുരത്ത് നിന്ന് ജനിച്ചു പോയി മന്ത്രി ആവേണ്ടവൻ തഴയപ്പെടുന്നതും, എന്നാൽ ഇവിടെ നിന്ന് ജനിച്ചു പോയ ഇവിടുത്തെ ഒരു സ്വത്വബോധമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ലാത്തവർ ആ ഒരു പദത്തിലേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ വായിച്ചെടുത്തത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനാണെങ്കിൽ സിനിമ തീർച്ചയായിട്ടും OTT റിലീസ് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ട്രോൾ പരിപാടി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ട്രോൾ റോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഉണ്ട്. അപ്പം ചില സീനുകളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വൈകാരികത ഉണർത്തേണ്ട സീനുകൾ സിനിമയിൽ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയി പോവും. പക്ഷെ അത് ചെറിയൊരു സൂചന തന്നെ, തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ
ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പേട്ട സ്ഥലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എത്ര സമയം എടുക്കുമെന്ന് പോലും അറിയാം. അപ്പം അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഒരു നമ്മുടെ ഓൺലൈൻ ട്രോൾ ഭാഷയിൽ പറഞ്ഞാൽ ഊക്കുവണ്ടികളായി മാറുന്ന കുറേ കഥാപാത്രങ്ങൾ അത് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മോശമായിട്ട് പറയുന്നതല്ല, തീർച്ചയായിട്ടും. എന്നാൽ അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കോമഡി ആയിട്ടാണ് തിയേറ്ററിൽ തോന്നിയത്. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ സോഷ്യോ പൊളിറ്റിക്കൽ, അത് ഇത് തമിഴ് ദേശീയത, അതെല്ലാം ഉണ്ട്. അപ്പോൾ ആകത്തുക എനിക്കൊരു അവിയൽ പരമായിട്ട് ഒരു സായുധ വിപ്ലവത്തിനെയൊക്കെ ഒന്ന് അടിപൊളിയാക്കി പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് തോന്നിയത്. എനിക്കത് നല്ല രീതിയിൽ കണക്ട് ആയില്ല.